ജ്ഞാൻവാപിയിൽ ഹൈന്ദവരുടെ വിജയം. ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുമതി നൽകി വാരണാസി കോടതി. 7 ദിവസങ്ങൾക്ക് ശേഷം പൂജകൾ ആരംഭിക്കാം. देखिए, काशी विश्वनाथ ट्रस्ट को भगवान की कैसे पूजा पाठ हो इसके लिए कोई आदेश की जरूरत नहीं होती है। वो काशी विश्वनाथ ट्रस्ट डिसाइड करेगा। हमारा जो लीगल काम था वो लीगल काम हमने पूरा किया है। अब काशी विश्वनाथ ट्रस्ट के ऊपर है कि उसकी पूजा पाठ स्टार्ट। तो 7 दिन के अंदर ये पूजा शुरू हो जाएगी। 7 दिन के अंदर पूजा पाठ। मैं ये कहना चाहता हूँ, जो जस्टिस के एम पांडे ने राम मंदिर में 1 फरवरी 1986 को ताला खोलने का आदेश दिया था, मैं आज के इस ऑर्डर को उसी की तुलना में देखता हूं। ये इस केस का टर्निंग पॉइंट है, बहुत ऐतिहासिक ऑर्डर है। और जो एक सरकार ने अपनी पावर का दुरुपयोग करते हुए हिंदू समाज की पूजा पाठ रोकी थी, आज कोर्ट ने उसको अपनी कलम से रेक्टिफाई किया है और वहां पे पूजा पाठ के आदेश दिए। आज जो है पूजा पाठ का अधिकार जो है आज दे दिया गया कि वहाँ जितने भी हिंदू धार्मिक क्रियाकलाप हैं, पूजा पाठ है, उसको पुनः बहाल किया जाए और 1 सप्ताह के अंदर जिलाधिकारी जो रिसीवर हैं उनको कंप्लाइन करने का माननीय कोर्ट ने आदेश कर दिया है। കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് ജ്ഞാൻവാപിയിൽ വാരണാസി കോടതി. 7 ദിവസങ്ങൾക്ക് ശേഷം പൂജ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? സമാനമായി ജ്ഞാൻവാപിയിലും ഹിന്ദുക്കൾക്ക് അനുകൂലമായ വിധിപ്രസ്താവമാണ് ഇന്നിപ്പോൾ വാരണാസി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വാരണാസിയിലെ ഈ ജ്ഞാൻവാപി തർക്കമന്ദിരത്തിനകത്ത് ഹിന്ദുക്കൾക്ക് ആരാധന നടത്തണമെന്നാവശ്യപ്പെട്ട വിവിധ ഹർജികൾ ഇപ്പോൾ വിവിധ കോടതികളുടെ പരിഗണനയിലുണ്ട്. അതിൽ ഒരു വിഭാഗം നൽകിയ ഹർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ ജ്ഞാൻവാപി തർക്കമന്ദിരത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് 10 നിലവറകളാണ് ഉള്ളത്. ആ നിലവറകൾക്ക് അകത്തെല്ലാം ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ടെന്നും അത് പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഭാഗമായ പല അവശിഷ്ടങ്ങളും ഇപ്പോഴും ആ അറകൾക്കകത്തുണ്ട് എന്നതാണ് ഹിന്ദുക്കൾ കോടതിയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിധിപ്രസ്താവത്തിൽ ഇന്നിപ്പോൾ വാരണാസി കോടതി ഈ 10 അറകളിൽ തെക്ക് ഭാഗത്തായുള്ള അറയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താം, അതിനുള്ള അനുമതിയാണ് വാരണാസി കോടതി നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം പൂജ നടത്തുവാൻ വേണ്ട മറ്റ് സംവിധാനങ്ങൾ അവിടെ ഒരുക്കണം എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന് കോടതി നൽകിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇന്ന് മുതൽ 7 ദിവസത്തിനകം ഹിന്ദുക്കൾക്ക് അവിടെ പൂജ തുടങ്ങുവാനും മുൻപുണ്ടായിരുന്ന രീതിയിലുള്ള ആചാര പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കുവാനുള്ള അവസരം ഇപ്പോൾ വീണ്ടും വീണ് കിട്ടിയിരിക്കുന്നു. അതായത് 92 വരെ അവിടെ ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ചരിത്രപരമായ തെളിവുകളും രേഖകളുമുണ്ട്. കാരണം 1992 അയോധ്യ പ്രശ്നം കത്തിക്കേറുന്നതിന്റെ ഭാഗമായി, അതായത് 92 ഡിസംബർ 6 അയോധ്യയിൽ കാർ സേവകർ തർക്കമന്ദിരം നീക്കം ചെയ്തതിനെ തുടർന്ന് അതിന്റെ പേര് പറഞ്ഞ് ഉത്തർപ്രദേശിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന മുലായം സിംഗിന്റെ സർക്കാർ പിന്നീട് ഈ വാരണാസിയിലെ ജ്ഞാൻവാപിയിൽ ഹിന്ദുക്കൾ നടത്തുന്ന ആരാധന തടസ്സപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ 31 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജ്ഞാൻവാപിക്കകത്ത് ഹിന്ദുക്കൾക്ക് ആരാധന നടത്തുവാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ചരിത്രപരമായ വിധിപ്രസ്താവമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2021 5 ഹിന്ദു സ്ത്രീകൾ നൽകിയ മറ്റൊരു പെറ്റീഷൻ കൂടിയുണ്ട്. കാശി വിശ്വനാഥന്റെ ഉപദേവതയായ ശൃംഗാർ ഗൗരി ദേവിയുടെ ഈ സാന്നിധ്യമുള്ളത് അല്ലെങ്കിൽ ദേവിയുടെ പ്രതിഷ്ഠയുള്ളതും ഈ ജ്ഞാൻവാപി കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. അവിടെ ആരാധന നടത്തണമെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു പെറ്റീഷനുണ്ട്. അത് കൂടാതെയാണ് ഇപ്പോൾ ഈ നിലവറ തുറക്കണം, 10 നിലവറകളും തുറന്നു നൽകണം, അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധന കൂടി നടത്തണം എന്ന ആവശ്യമൊക്കെ ഉയർന്നത്. അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കൂടി ജ്ഞാൻവാപിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അതിൽ കൃത്യമായി തന്നെ ഹിന്ദു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രത്തിന്റെ തൂണുകൾക്ക് മുകളിലാണ് ഔറംഗസേബിന്റെ നേതൃത്വത്തിൽ പള്ളി പണിതത് എന്നത് സംബന്ധിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടാണ് ഒരാഴ്ച മുമ്പ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വാരണാസി കോടതിയുടെ നിർണായകമായ ഉത്തരവും പുറത്തു വന്നത്. ഗൗതം, 7 ദിവസങ്ങൾക്ക് ശേഷം പൂജകൾ ആരംഭിക്കാമെന്നുള്ള വാരണാസി കോടതിയുടെ അനുമതിയോടൊപ്പം മറ്റെന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ കൂടി സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ടോ? രോഹിണി, പ്രധാനമായും ഈ കോടതി ജില്ലാ ഭരണകൂടത്തിന് നൽകുന്ന നിർദ്ദേശമാണിത്. അതായത് 7 ദിവസത്തിനകം അവിടെ ആരാധന തുടങ്ങുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ചുമതലയാണ് ജില്ലാ ഭരണകൂടത്തെ ഇപ്പോൾ കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവിടെ 92 മുൻപ് ആരാധന നടന്നിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഹിന്ദു
കക്ഷികളുടെ വാദത്തെ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി പ്രസ്താവം വാരണാസി ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയുടെ നടപടി സ്റ്റേ ചെയ്യുന്നതിന് വേണ്ട മേൽക്കോടതിയെ സമീപിക്കുന്ന നയം ഉണ്ടാകുമെന്ന് മുസ്ലിം സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. മസ്ജിദ് കമ്മിറ്റി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഇന്നത്തെ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയിലേക്ക്, അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ്. ഒരുപക്ഷെ അലഹബാദ് ഹൈക്കോടതിയും അതിനുശേഷം സുപ്രീം കോടതിയിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു വിധി പ്രസ്താവം തന്നെയാണ് ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജില്ലാ കോടതി നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് 7 ദിവസത്തിനകം ഹിന്ദുക്കൾക്ക് അവിടെ ആരാധന നടത്തുവാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ്. ഒപ്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ്, അതായത് പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് തീരുമാനിക്കുന്ന ഒരു പൂജാരിയാകും അവിടെ പൂജ നടത്തുക. ഒപ്പം ബാരിക്കേഡുകൾ എടുത്തു മാറ്റണം എന്ന നിർദ്ദേശം ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നു. നിലവിൽ അവിടെ മുഴുവൻ ബാരിക്കേഡുകൾ വെച്ചാണ് ഈ ഭക്തർക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ബാരിക്കേഡുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് പൂജയ്ക്കായി പൂജാരിക്ക് എത്തുവാനും ഒപ്പം ഭക്തർക്ക് അവിടെ ദർശനം നടത്തുവാനുമുള്ള അനുമതി നൽകണം എന്നതാണ് കോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.